വേടന് ഒരു 50 ലക്ഷം രൂപ തരാം, വേടൻ ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയി വേടൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ വേടൻ സമ്മതിക്കുമോ? 50 ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയിട്ട് ഞാൻ ആ രാഷ്ട്രീയത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ്? അങ്ങനല്ല, വേടൻ്റെ ഇപ്പോൾ ആ വേദിയിൽ വേടൻ പോകണം. ഓക്കെ, പോവും. ഓ പിന്നെ ഞാൻ RSS നടത്തുന്ന വേദിയിലേക്ക് പോയി എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എതിർക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണല്ലോ അത്. ഒരു RSS വേദിയിലൊക്കെ കയറിയിട്ട് ഞാൻ നീർനിലങ്ങളിൽ അടിമയാരുടമയാരെന്ന് പാടാനൊക്കെ എനിക്ക് പറ്റും. 50 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ പോയി പാടും, കാശ് തരേണ്ട ആവശ്യമൊന്നുമില്ല. RSS വിളിക്കണം എന്നെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പാട്ട് പാടും, ആ പാട്ട് അല്ല എല്ലാ പാട്ടും ഞാൻ പാടും, എൻ്റെ ആ പാട്ടും പാടും. അതിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്നും, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാണല്ലോ. ഞാൻ എപ്പോഴും മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നത്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവരാരും മനുഷ്യന്മാരല്ല നട്ടോ, അല്ല എന്നല്ല ഞാൻ പറയണത്. ലൈക്ക് അവരുടെ ആ കണ്ടീഷനിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്, അത് ജാതി കണ്ടീഷനിങ് ആണ്. അത് മനുഷ്യനെ മനുഷ്യനായി കാണാത്തൊരു സിസ്റ്റമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ എനിക്കുണ്ട് RSSലൊക്കെ പണിയെടുക്കുന്ന കുറേ അനിയന്മാർ. പിന്നെ കാരണം അപ്പോൾ ഇങ്ങനെ ഈ RSS ശാഖയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ കൊല്ലണം വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട് RSSനകത്ത് പ്രവർത്തിക്കണവർ. അവരിത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തരും, ചേട്ടാ സൂക്ഷിക്കണേ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറയണേ. പേടി തോന്നിയിട്ടുണ്ട് എപ്പോഴും? ഓ പിന്നെ പേടിക്കാണ്ടിരിക്കുമോ, മനുഷ്യനല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഒക്കെ വെച്ച് പേടിച്ചിട്ട് പേടിയില്ലാതിരിക്കുമോ? പിന്നെ RSSനെ പേടിക്കണം. അവർ അത്രയും വലിയ ഒരു സിസ്റ്റമാണ്, അപ്പോൾ അതിനെ പേടിക്കാതെ എങ്ങനെ ഇരിക്കണത്? പിന്നെ ഞാൻ ഇപ്പോൾ ചേട്ടൻ പറയല്ലോ പവർഫുള്ളാണെന്നൊക്കെ പറയല്ലോ, അങ്ങനെ അത്രയും അത്ര ലൈക്ക് RSSനെയൊക്കെ വലിയ പവർഫുള്ളായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ RSSനെ പേടിച്ചേ പറ്റൂ. എനിക്ക് നല്ല പേടിയുണ്ട് RSSനെ. എനിക്ക് ആ രാഷ്ട്രീയത്തെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഭയങ്കര പേടിയുണ്ട് എനിക്ക് ആ രാഷ്ട്രീയത്തിന്, RSS രാഷ്ട്രീയത്തിന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷേ എനിക്ക് മിണ്ടാതൊരു വഴിയുമില്ല, എനിക്കത് മിണ്ടിയേ പറ്റൂ. ആ പേടി നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ പേടിയുണ്ട്, നല്ല പേടിയുള്ള ആളാണ് ഞാൻ. ചാവാതിരിക്കാനെങ്കിലും പാടെടുത്തേ എന്ന് നാടൻ പാട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ അത് പേടിയുണ്ടെങ്കിലും അത് ലൈക്ക് രാഷ്ട്രീയമൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വേടനെ വായനയ്ക്ക് അല്ലാതെ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ വേടൻ അവെയറാണ്. ആണ്, എല്ലാവരെയും പോലെ തന്നെ. തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചു, നാടാണ്. എൻ്റെ മണ്ഡലം വേറെ, മണ്ഡലം വേറെയാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളന പരമ്പര ഉണ്ടായി. ബീഹാർ തെരഞ്ഞെടുപ്പ് വലിയ വിജയം. അപ്പം അതിനെയൊക്കെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ കാണുന്നത്, ഇങ്ങനെ നോക്കുന്നത് എങ്ങനെ? ഒരു 3 വർഷം മുന്നേ വരെ തീവ്ര ഹിന്ദു രാഷ്ട്രം നടപ്പിലാവും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഓടി നിന്നിരുന്നൊരു സമയമുണ്ടല്ലോ, അതിനൊക്കെ ഒരു ബ്രേക്കായി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.